നമ്മുടെ മനസ്സിലെ ബ്ലോക്ക് എവിടെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ, അതിനെ അൺലോക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ആ ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നുവെന്നും എനിക്ക് എന്ത് ലേബൽ കൊടുത്തിരിക്കുന്നു, ഞാൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചിരിക്കുന്നു, ഇതിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ പരിശ്രമങ്ങൾ അത് സഫലമാകുന്നുണ്ടോ സഫലമാകുന്നില്ലേ എന്നുള്ളതിൻ്റെയൊക്കെ ആധാരം. അതുകൊണ്ട് ആദ്യത്തെ ബ്രേക്ക് നമുക്ക് വരുന്നത് തന്നെ മറ്റുള്ളവർ എന്നോട് എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ ആധാരത്തിലാണ്. സ്വാഭാവികമാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ, എൻ്റെ അനുഭവത്തിൽ 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് കാലം മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങളെക്കൊണ്ടിത് പറ്റില്ല എന്ന് പറയുന്ന ആളുകളുടെ നിരയായിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. ഇത് അങ്ങനെയാവും, ഇത് ഇങ്ങനെയാവോ, നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ. നീയാണോ ഇപ്പോൾ ഇത് ചെയ്യാൻ പോണു, ഇതാണോ തുടങ്ങാൻ പോകുന്നത്, എങ്ങനെ എത്തുന്ന ആർക്കറിയാൻ, എവിടെ എത്തുന്ന ആർക്കറിയാൻ, ഇതൊന്നും സാധിക്കണ കാര്യമില്ല കേട്ടോ മോനെ, ഇതൊന്നും എവിടെ എത്തില്ല കേട്ടോ മോളെ, ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിൽ വരും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്കേറെ വിചിത്രമായി തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരാണോ നിങ്ങളുടെ അടുത്ത് പറ്റില്ല എന്ന് പറയുന്നത് അവരോട് നിങ്ങൾ എനിക്ക് പറ്റും എന്ന് പറയാനോ തർക്കിക്കാനോ വാദിക്കാനോ പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരൊറ്റ ചോദ്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതോടെ അവരുടെ എല്ലാ വാക്കുകളും അവിടെ അവസാനിക്കുകയായി. ഏതാ ചോദ്യം എന്നല്ലേ? എന്തുകൊണ്ട്? നിങ്ങൾക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവരോട് ചോദിച്ചു നോക്കുക, എന്തുകൊണ്ട് എനിക്കിത് പറ്റില്ല എന്ന്. എന്തുകൊണ്ട് എന്ന് ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാനുണ്ടാവില്ല. അത് പറ്റില്ല, അത് അങ്ങനെയാണ്. പലരും നോക്കിയിട്ടുണ്ട്, അവർ നോക്കിയിട്ടുണ്ട്, ഇവർ നോക്കിയിട്ടുണ്ട്, അവരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയാനേ പറ്റൂ. അതല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യം ചോദിക്കുക, അതിൽ നീ എത്ര എത്തിയിട്ടുണ്ട്, എന്നിട്ടാണോ ഇതിലാവാൻ പോകുന്നത്, ഇങ്ങനെ പറയുന്നവരേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിച്ചാൽ തടയാൻ വരുന്നവരൊക്കെ അവരിഷ്ടം പോലെ അങ്ങ് പോയിക്കോട്ടെ, എത്തണോടത്ത് എത്തിക്കോട്ടെ, അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും, ഇങ്ങനെ ഒരു 4 വാചകം പറഞ്ഞ് അവിടെ നിന്ന് പോവുമായിരിക്കും. അല്ലാതെ നിങ്ങളുടെ മാർഗത്തിലെ തടസ്സം, ഒന്നാമത്തെ ബ്ലോക്ക് അവിടെ നമുക്ക്